കനത്ത മഴയിലും കൊട്ടിയൂരിലേക്ക് ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തുന്നു. യക്ഷന്റെ പർണശാലയുടെ സങ്കല്പത്തിൽ നിർമ്മിച്ച ഓലക്കുടിലുകളാണ് അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ വൈശാഖോത്സവത്തിന്റെ ആരവത്തിൽ സർവ്വതും മറന്നെത്തുന്ന ഭക്തലക്ഷങ്ങൾ. ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനമാസത്തിലെ ചിത്ര വരെയുള്ള മഹോത്സവ നാളുകൾ. ബാവലിപ്പുഴ അപ്പോഴും കൂലംകുത്തി ഒഴുകിക്കൊണ്ടിരുന്നു. വനജന്യമായ ഞെട്ടിപ്പനയോല മെടഞ്ഞുകെട്ടിയുണ്ടാക്കിയ ശ്രീകോവിലിൽ ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്നുവെന്നാണ് സങ്കല്പം. തിരുവഞ്ചിറ വലം വെച്ച് മണിത്തറയിലുള്ള പെരുമാളിനെ വണങ്ങി ഭക്തർ മടങ്ങുന്നു. പുലർച്ചെ മുതൽ നീണ്ടു നിൽക്കുന്ന വരികൾ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കനത്ത മഴയെ അവഗണിച്ചും ഒഴുകിയെത്തുന്ന ഭക്തർ. നമുക്കറിയില്ല എന്താ അവിടെ ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ മൂന്ന് മണിക്കൂറായി ലൈനിൽ നിൽക്കാൻ തുടങ്ങി. തിരക്ക് കൂടുതലായിട്ടുണ്ട്. 4 തവണയായി. ഓരോ വർഷം കൂടുന്നോറും കൂടി വരികയാണ്. തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ വന്നിട്ടില്ല. എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. മഴക്കാലത്ത് നമുക്കൊരു നല്ലൊരു അനുഭവം തന്നെയാണ്. പ്രാചീന ചിട്ടപ്പെടുത്തലുകളിൽ കാര്യമായ മാറ്റമില്ലാതെയാണ് ദക്ഷിണകാശിയായ കൊട്ടിയൂരിലെ യാഗോത്സവത്തിന്റെ ഭക്തിനിർഭരമായ നാളുകൾ. 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്കാണ് ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം അതിലൊക്കെ കൂടുതൽ ആൾക്കാർ വരും. കാര്യം കർണാടകയിൽ നിന്നും തമിഴ്നാടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നത്. തിരിമുറിയാതെ മഴ പെയ്യുമ്പോഴും ശേഷം മരം പെയ്യുമ്പോഴും ഹൃദയമലിയുന്ന ഭക്തിയിലേക്ക് സാവധാനം നടന്നെടുക്കുന്ന ഭക്തജനങ്ങൾ. ദേശപുരാണങ്ങളിലെ സർവ്വവ്യാപിയായ പെരുമാളിനെ അടുത്തറിഞ്ഞവർ മടക്കയാത്രയുടെ തിരക്കുകളിലേക്ക് ഊളിയിടുന്നു. കൊട്ടിയൂരിൽ നിന്ന് ക്യാമറാമാൻ അമർജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്.